നമ്മുടെ ഈ ബൈക്ക് സർവീസ് ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു സർവീസ് സെൻ്ററിലാണ് ഞാൻ പോയത്, സുരേഷ് ചേട്ടൻ്റെ സർവീസ് സെൻറ്റർ. അപ്പോൾ ആ ഒരു കോലത്തിലിരുന്ന നമ്മുടെ ബൈക്ക് സുരേഷ് ചേട്ടൻ്റെ ഒറ്റ സർവീസ് കൊണ്ട് ദേ ഈ ഒരു കണ്ടീഷനിലായിട്ടുണ്ട്. നമ്മുടെ ബൈക്ക് സർവീസ് ചെയ്യാനായിട്ട് തത്തപ്പള്ളി കരിങ്ങാന്തുരത്തിലുള്ള സുരേഷ് ചേട്ടൻ്റെ സർവീസ് സെൻ്ററിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി കുറേ കാലമായിട്ട് സർവീസ് ചെയ്തിട്ടില്ല, കഴുകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മൊത്തം അഴുക്ക് പിടിച്ച് എഞ്ചിനൊക്കെ ചെളി പിടിച്ച് ആകെ നാശവശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവൻ എന്തായാലും സർവീസ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ സർവീസ് സെൻ്ററിൽ വന്നാക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അഴുക്ക് പിടിച്ചിടക്കുന്ന നമ്മുടെ ബൈക്ക് സുരേഷ് ചേട്ടൻ എങ്ങനെയാണ് സർവീസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദമായി പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ബൈക്ക് സർവീസിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് കാരം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ ഇളകിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഈ കാരം മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുന്നത്. കാരം ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ബൈക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യണം. അപ്പോൾ എയർ ഹോളൊക്കെ അടച്ചു വെക്കാൻ മറക്കരുത്. ബൈക്കിൻ്റെ എല്ലാ ഭാഗത്തും ഷാമ്പു വെച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം ഒരു തുണിയും ബ്രഷും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യാൻ പോകുന്ന വണ്ടി. എല്ലാ അഴുക്കും ഇളകിപ്പോരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബൈക്കിൻ്റെ എല്ലാ ഭാഗത്തെ അഴുക്കുകളും നന്നായിട്ട് തേച്ചിളക്കിയ ശേഷം ഇനി വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഗണ്ണ് വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയിൽ അഴുക്കുകളൊക്കെ അങ്ങോട്ട് ഇളകി പോയി നല്ല തെളിഞ്ഞ നല്ല പുത്തൻ രൂപത്തിലേക്ക് വണ്ടി ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുരേഷ് ചേട്ടൻ നല്ല രീതിയിൽ തന്നെ സ്പ്രേ വാഷ് ചെയ്ത് നമ്മുടെ വണ്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ എല്ലാ അഴുക്കും പോയിട്ടുണ്ട്. ഇനി വീണ്ടും വണ്ടിയുമ്പോൾ രണ്ടാമത് ഷാമ്പു അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി കഴുകാൻ പോവുകയാണ് വണ്ടി. അപ്പോൾ ആദ്യ വാഷിങ്ങിന് ശേഷം രണ്ടാമത് വീണ്ടും ഷാമ്പു ഉപയോഗിച്ചിട്ട് വണ്ടി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നു സുരേഷ് ചേട്ടൻ. ബൈക്കിൻ്റെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ ഷാമ്പൂ ഇട്ട് തുടച്ച ശേഷം വീണ്ടും നമ്മൾ വാഷ് ചെയ്യാൻ പോകുന്ന സ്പ്രേ ഗൺ ഉപയോഗിച്ചിട്ട് അപ്പോൾ രണ്ടാമതും നല്ല രീതിയിൽ തന്നെ നമ്മുടെ വണ്ടി സ്പ്രേ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ബൈക്കുമേക്കിരിക്കുന്ന ഈ വെള്ളം തെറിപ്പിച്ച് കളയാനായിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം എയർ. നല്ല രീതിയിൽ എയർ സ്പ്രേ ചെയ്ത് വണ്ടിയിൽ വരുന്ന വെള്ളമൊക്കെ തെറിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഓയിലും ഡീസലും കൂടെയുള്ള മിശ്രിതം വണ്ടിയിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വണ്ടി കാണാനായിട്ട് പുതിയൊരു ലുക്കും അതുപോലെ തന്നെ തുരുമ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കവറിങ് കോട്ടിങ് കിട്ടും നമുക്ക്.
ബൈക്കിൽ ഓയിലും ഡീസലും കൂടിയുള്ള മിശ്രിതം സ്പ്രേ ചെയ്തതിന് ശേഷം വീണ്ടും വണ്ടി ഒന്ന് തുടച്ചെടുക്കുകയാണ്. വണ്ടി നന്നായിട്ട് തുടച്ച് കുറച്ച് നേരം വെയിലത്തേക്ക് ഇരുന്ന് വെള്ളമൊക്കെ വലിഞ്ഞ ശേഷം നമ്മുടെ സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ സർവീസ്. അപ്പോൾ എനിക്ക് ഈ സർവീസിന് മൊത്തം ചിലവായത് 200 രൂപയാണ്. നമ്മുടെ സുരേഷ് ചേട്ടൻ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈം എടുത്ത് നല്ല രീതിയിൽ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല കിടിലനായിട്ട് സർവീസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു കോലത്തിൽ നിന്നും നമ്മുടെ വണ്ടി ഇപ്പോൾ കാണുന്ന കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ബൈക്കിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.